ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ദൈവിക വാഗ്ദത്തങ്ങളെക്കുറിച്ച് 3 വാഗ്ദത്തങ്ങൾ അതിനെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. ദൈവം ഏകപക്ഷീയമായി മനുഷ്യനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഉറപ്പിച്ചിട്ടുള്ള പ്ലാനുകൾ അത് വാഗ്ദത്ത രൂപേണ നൽകിയിരിക്കുന്നതാണ്. ഇത് ഏകപക്ഷീയമാണ്. ഈ വാഗ്ദത്തങ്ങൾ ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് ഉറപ്പിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്നത്? ഒരു വാക്ക് ഉറപ്പിക്കുന്നത് ദൈവത്തെ കഴിഞ്ഞും വലിയവനായി ആരും ഇല്ലാത്തതുകൊണ്ടാണ് ദൈവം തന്നെ കൊണ്ട് തന്നെ ഈ വാഗ്ദത്തങ്ങൾ ആണയിട്ട് ഉറപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു വാഗ്ദത്തത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22:18. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. ദൈവം അബ്രഹാമിനോട് പറയാം. അബ്രഹാം ഇസ്ഹാക്കിനെ ബലി ചെയ്തതായിട്ട് തന്നെ ദൈവം അംഗീകരിച്ചതിൻ്റെ പേരിൽ ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് ഉറപ്പിക്കുന്ന ഒരു വാക്ക്, നിന്നിൽ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഒന്നാമത്തെ വാഗ്ദത്തം അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തമാണ്. ശാപത്തിൻ കീഴിലിരിക്കുന്ന ഒരു ജനത്തിനാണ് അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ആവശ്യവും. അപ്പോൾ ഇവിടെ അബ്രഹാമ്യ വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ സൂചന നമുക്ക് ഏദൻ തോട്ടത്തിൽ ലഭിക്കുന്നു. ആദാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയും പാപത്തിനും മരണത്തിനും വിധിക്കപ്പെടുകയും ചെയ്തു. ആദാമിൻ്റെ ഭാര്യയായ ഹവ്വായിൽ കൂടെ, ഹവ്വായുടെ സന്തതിയിൽ കൂടെ സർപ്പത്തിൻ്റെ തല ചതയ്ക്കുമെന്നുള്ള വാഗ്ദത്തം ഏദനിൽ നൽകപ്പെട്ടു. ആ വാഗ്ദത്തത്തിൻ്റെ ഒരു പടി ഉയർന്ന ഒരു രേഖയാണ് നമുക്ക് അബ്രഹാമിൽ കൂടെ കാണുന്നത്. ഈ അബ്രഹാമിൻ്റെ യഥാർത്ഥ വാഗ്ദത്ത സന്തതി യേശുക്രിസ്തുവാണ് എന്നുള്ളത്. യേശുക്രിസ്തു വഴി മുഴുവൻ മാനവരാശിക്കും അനുഗ്രഹം കൈവരും എന്നുള്ളതാണ് ഒന്നാമത്തെ ഉടമ്പടി. അപ്പം മരണം, അതിൽ നിന്നുള്ള മോചനം, അതിൻ്റെ ഫലമായി ലഭിക്കുന്ന ജീവനാണ് അനുഗ്രഹം. ആദാമിന് നഷ്ടപ്പെട്ടത് ജീവനാണ്. ഈ ജീവൻ തിരികെ ലഭിക്കുക എന്നുള്ളതാണ് അനുഗ്രഹം. ആ അനുഗ്രഹം അബ്രഹാമിൻ്റെ സന്തതിയായ യേശുക്രിസ്തുവിൽ കൂടെയാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റ് ഒരു ആണയോടുകൂടിയ വാഗ്ദത്തത്തിൻ്റെ വിവരണത്തെക്കുറിച്ച് 110-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ, നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുതപിക്കുകയുമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ
ഒരു വാക്തത്വമാണ്. രണ്ടാമത്തെ കാര്യം ദാവീദിൽ കൂടെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന്. എന്തുകൊണ്ടാണ് ഈ മൽക്കീസേദെക്കിന്റെ പേരിൽ യേശുവിന്റെ പൗരോഹിത്യം വന്നത്? ഈ വിഷയത്തെക്കുറിച്ച് സാമാന്യമായിട്ട് എങ്കിലും ചിലർക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൽക്കീസേദെക്ക് എന്ന് പറയുന്ന ശാലേം രാജാവ്, സമാധാനത്തിന്റെ രാജാവ്, അബ്രഹാം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞുമായിട്ട് അബ്രഹാമിനെ എതിരേറ്റു വരുന്നു, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. ഈ മൽക്കീസേദെക്ക് ദൈവത്തിന്റെ പുരോഹിതൻ എന്നാണ് രേഖപ്പെടുത്തിയത്. എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അവന് ജീവാരംഭമില്ല, ജീവാവസാനമില്ല, ഇല്ല എന്നെല്ലാം പറഞ്ഞ് വിശദീകരിക്കുന്ന ഒരു ഭാഗം. അപ്പൊ ആ വിധത്തിലുള്ള മൽക്കീസേദെക്ക്, അതായത് അഹരോന്യ പൗരോഹിത്യത്തിന് മുമ്പേ ക്രിസ്തുവിന് വേണ്ടി ഒരു പൗരോഹിത്യം ദൈവം നിർണയിച്ചിരിക്കുന്നതാണ്. കാരണം അഹരോന്യ പൗരോഹിത്യ പ്രകാരം യേശുക്രിസ്തു ഒരു മഹാപുരോഹിതനായി തീരുവാൻ അസാധ്യമാണെന്നുള്ളത്. കാരണം ലേവി ഗോത്രത്തിൽ ജനിക്കുന്നവർക്ക് പുരോഹിതനായി തീരുവാൻ അവകാശമുള്ളൂ. യേശുക്രിസ്തു യഹൂദാ ഗോത്രത്തിലാണ് ജനിക്കുന്നത്. യഹൂദാ ഗോത്രത്തോട് പൗരോഹിത്യം സംബന്ധിച്ച് മോശ ഒന്നും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് യേശുവിൻ്റെ പൗരോഹിത്യം യഹോവ മുന്നമേ കണ്ട് ആണയിട്ടുറപ്പിച്ചിരിക്കുന്നു. അത് യഹോവ സത്യം ചെയ്തു അനുതപിക്കൽ എന്ന് പറഞ്ഞാൽ അതിന് മാറ്റമില്ലെന്നാണ്. അപ്പൊ രണ്ട് കാര്യമാണ്. ഒന്ന്, അബ്രഹാമിന്റെ സന്തതിയിൽ കൂടെ സകല ജാതികളെയും അനുഗ്രഹിക്കുക എന്നുള്ളത് ഒന്ന്. യഹൂദനെ മാത്രം അനുഗ്രഹിക്കാനല്ല യേശുക്രിസ്തു വന്നത്, ഇനി വരാനുള്ളത്. രണ്ടാമത്തത് പൗരോഹിത്യം, ക്രിസ്തുവിന്റെ പൗരോഹിത്യം യഹോവ അനാദികാലത്തിന് മുമ്പേ നിർണയിച്ചിരിക്കുന്നു എന്നാണ്. ഈ മൽക്കീസേദെക്കിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പൊ രണ്ട് കാര്യമായി. ഇനി അടുത്ത വിഷയം റോമാലേഖനം 14 അധ്യായം 11 വാക്യം. എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യും. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ ആണ്, എന്നാണ് എല്ലാ മുഴങ്കാലും എൻ്റെ മുമ്പിൽ മടങ്ങും. ഇന്ന് ഇങ്ങനെ ഒരവസ്ഥ കാണുന്നില്ല. ഇന്ന് മാത്രമല്ല, മനുഷ്യ ജാതിയുടെ ചരിത്രത്തിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ നാനാജാതി മതസ്ഥരായ ആളുകൾ അജ്ഞാത ദൈവങ്ങളെയും ബിംബങ്ങളെയും പ്രകൃതി ശക്തികളെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും ആരാധിക്കുകയും അതിന് യാഗവും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നേ വരെ തലമുറകൾ പോന്നിരിക്കുകയാണ്. ഈ കാലങ്ങളിൽ അത്രയും യഹോവ ഇതെല്ലാം ദർശിക്കുകയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അത് യഹോവയായ ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ്. പക്ഷെ പല കാലഘട്ടങ്ങളിലും മനുഷ്യന്റെ അവിശ്വാസവും അധാർമികതയും പെരുകുന്നതനുസരിച്ച് വലിയ ശിക്ഷാ നടപടികൾ മാനവരാശിയുടെ മേൽ യഹോവ നടത്തിയിട്ടുണ്ട് എന്നുള്ള രേഖകളും വിശുദ്ധ വേദപുസ്തകത്തിൽ ലിഖിതമായി വസ്തുതകളാണ്.
കർത്താവിൻ്റെ ആദ്യത്തെ വരവ് തന്നെ ഒരു വലിയ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെ അത് ഇനി ആരും ഓർക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു. പഴയ നിയമപ്രകാരമുള്ള വിശ്വാസ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ബലികൾ പഴയ നിയമ പുസ്തകങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദേവീ ദേവന്മാരെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ ഇതെല്ലാം ഇനി വിട്ടുകളക, പുതിയതൊന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പൊ ഈ പുതിയ നിയമത്തിന്റെ ഉപദേഷ്ടാവായിട്ടും അത് നടത്തുവാൻ തക്ക ശക്തിമാനുമായിട്ടാണ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങളെല്ലാം യേശു തന്റെ ഒന്നാം വരവിൽ ചെയ്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ എല്ലാം അനുഗ്രഹങ്ങൾ മാനവരാശിക്ക് പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് ഒരു വരവിന്റെ സമയം മാറ്റിവെച്ചത്. അപ്പൊ അന്ന് സംഭവിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഇവിടെ നാം വായിക്കുന്നത്. എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. ഇതിനു മുമ്പ് യഹൂദനും ജാതികളുമായിട്ടും ക്രൈസ്തവരായിട്ടുള്ള ആളുകളൊക്കെയും ബഹുദൈവങ്ങളെയും ബിംബങ്ങളെയും അധേര പ്രതിഷ്ഠകളെയും ആരാധിച്ച് നമസ്കരിച്ച് കാലം പോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് അറുതി വരുത്തുവാൻ പോകുന്നു എന്നാണ്. ഇനി എല്ലാവരും യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തേണ്ടി വരും എന്നാണ്. ഈ രണ്ട് നിർണയങ്ങൾ നിറവേറിയതുപോലെ ഇനി മൂന്നാമത് സാർവലൗകികമായി നിറവേറപ്പെടേണ്ട ദൈവത്തിൻ്റെ ഒരു നിയമമാണ് ഇവിടെ. എല്ലാ മുഴങ്കാലും എൻ്റെ മുമ്പിൽ മടങ്ങും. മറ്റ് ഇതിനു മുമ്പ് മുഴങ്കാലുകൾ മടങ്ങിക്കൊണ്ടിരുന്നത് അന്യദൈവങ്ങളുടെയും ബിംബങ്ങളുടെയും പ്രകൃതി ശക്തികളുടെയും സൂര്യേന്ദ്ര നക്ഷത്രാദികളുടെയും മുമ്പിൽ മടങ്ങിക്കൊണ്ടിരുന്ന മുഴങ്കാൽ ഇനി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ കൃത്യമായി മടക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ ഈ പ്രവചനം നിവൃത്തിയാകും. ഇതിന് മനസ്സില്ലാത്ത ആളുകളെ ദൈവമായ യഹോവയുടെ മുമ്പാകെ മുട്ടുമടക്കാൻ മനസ്സില്ലാത്ത, യേശുക്രിസ്തു രക്ഷിതാവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുവാൻ മനസ്സില്ലാത്തവരെ ഈ ഭൂമിയിൽ നിന്ന് നിശേഷം നശിപ്പിച്ചു കളയും എന്നുള്ളതാണ് മൂന്നാമത്തെ ആണയുടെ വചനത്തിന്റെ ഉറപ്പ്. അപ്പൊ ഇതിന് വിരോധമായി, ദൈവത്തിന്റെ വചനത്തിനും ആലോചനകൾക്കും വിരോധമായി പ്രവർത്തിക്കുന്നവരെ നിശേഷം നശിപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങളെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് ഈ ഭൂമിയിൽ മരണമില്ലാതെ എക്കാലവും ജീവിച്ചിരിക്കുവാൻ കഴിയും എന്നുള്ള ആ വലിയ സന്ദേശത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ പ്ലാനുകൾ അവസാനിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിക്കും.